ഓക്കെ. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് അതിനാന്റെ കൂടെ? കാക്കയാണോ? ആ മാഷാ അല്ലാ. ഇന്ന് ഇയാണ് കൂട്ട്. ഓക്കെ, മാഷാ അല്ലാ, മബ്രൂക്ക്. അപ്പൊ നമുക്ക് വേറെ ആരാ? ഐറിൻ വന്നു. ഫാത്തിമ ഒക്കെ ഓഡിയോ ഒക്കെ ഓൺ ചെയ്യട്ടാ. ഐസിൻ എവിടെ പോയി? ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് എന്താണ് എന്തെങ്കിലും പറഞ്ഞാ? എല്ലാവരും ഓഡിയോ ഓണാക്കെ. ഫാത്തിമ അല്ല, ഐറിൻ, ഒരു വിക്സ് എന്തെങ്കിലും ഇവിടെ തേച്ച് നോക്ക്. എന്നാ ചുമക്ക് കുറവിട്ട്. ഇവിടെ ഇങ്ങനെ തേച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ മൂക്കൊണ്ട് മണത്ത് വായോണ്ട് ശ്വാസം വിടുക. അപ്പോൾ ചങ്കിലുള്ള പൊറുതിയുടെ ഇത്തിരി കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് ഇതാണ് കേട്ടോ. മറ്റൊരു വന്നോളൂ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ പഠിച്ചത് ഇതാണ്. ബ, ബി, ഓ. ഓക്കെ. ത, തി, ഓ, വെരി ഗുഡ്. സ, വെരി ഗുഡ്. ഈ സാന്റെ പ്രത്യേകത എന്തായിരുന്നു? സ നമ്മൾ പറയുമ്പോ ഈ നാവിന്റെ തലപ്പ്, ഈ മേലത്തെ പല്ല് അതിമങ്ങനെ അങ്ങനെ സ സ. ഓക്കെ, അവിടുന്നാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതെന്തായിരുന്നു? സെയിൻ നോക്കിയോ? ഇതെന്തായിരുന്നു? ഓഡിയോ ഓൺ ചെയ്യും. ഇത് ന. ഇത് മറക്കരുത് കേട്ടോ. ഒന്നാമത് ഞാൻ വ്യത്യാസമുണ്ട്. ഞാൻ എഴുതുമ്പോ കണ്ടോ? ഞാൻ നോക്കിയ നമ്മൾ ബ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി, അല്ലേ? ബ. അതേപോലെ താവും നമ്മൾ ഇങ്ങനെ എഴുതിയത്, ഇങ്ങനെ അല്ലേ? താ ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുതിയല്ലേ? പക്ഷെ ഞാൻ എഴുതിയപ്പോൾ ഇതിപ്പോ വരെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇത്തിരി അതിന്റെ സ്റ്റൊമക്ക് ഉണ്ടോ അങ്ങനെ പുറത്ത് വന്ന് ചരിച്ചിട്ട് എഴുതി, എന്നിട്ട് മുകളിൽ ഡോട്ട് ഇട്ടു അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഞാൻ എഴുതിയത് അല്ലേ? അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒറ്റക്ക് എഴുതുമ്പോഴും ലാസ്റ്റ് എഴുതുമ്പോഴും ഈ ഒരു ഷേപ്പിലാണ് അവസാനം എഴുതുമ്പോഴും. നടുവിലാണെങ്കിൽ ഇതിപ്പോ ലാസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇതിന്റെ മുകളിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതുണ്ടാവുക. അല്ല ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ. ഫസ്റ്റിൽ അതിന് ശേഷം വേറെ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ബ എഴുതിയ പോലെ തന്നെ എഴുതുക. പക്ഷെ അതിന്റെ ഡോട്ട് മുകളിലാണ്. അടയാളം എപ്പോഴും നോക്കുക. അപ്പം മുകളിൽ ഡോട്ട് കണ്ടാൽ ഞാ ആണെന്ന് ഇനി മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നാ, നീ, നു. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് എല്ലാവർക്കും വായിപ്പിക്കൂട്ടാ. അതിനാൽ ഓൺ ചെയ്യുക. ഓഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കുമോനെ. കൂടെ വായിക്കട്ടാ. ടീച്ചർ പറയാൻ കാത്തുക്കണ്ട, നിങ്ങൾ ഉറക്കെ വായിച്ചാൽ മതിട്ടാ. ടീച്ചർക്ക് എല്ലാവരെയും കൂടി കാണൂല, കാരണം ഈ സ്ക്രീന് വന്നത് കാരണം നിങ്ങളെ ഞാനൊരു സൈഡിൽ കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടി സ്ക്രീനിൽ കാണൂല. എന്തായിരുന്നു? വ വ. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? വ വി വു. ഇത് നമ്മൾ എന്തിനാ പഠിച്ചതാ? ഇവിടെതാ ഇതിനാണ് നമ്മൾ ഒരു ഉപയോഗം പഠിച്ചത്. എന്തിന്? ഉകാരത്തെ ബൂനെ നീട്ടാന്, ബൂ. അതേപോലെ താനെ നീട്ടാന് വാവ് നമ്മൾ ഉപയോഗിക്കുക. ഉകാരത്തെ നീട്ടാൻ, അതായത് ഊ എന്നുള്ള ഉച്ചാരണത്തിന് നീട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തൂ, ബൂ അങ്ങനെ വായിക്കൂല്ലേ? അതുണ്ടോ? സൂ ഇങ്ങനെ. അത് കൂടാതെ നമ്മൾ അതിന്റെ മേലെ അകാരം ഇട്ടിട്ട് അതിന് വാ വായിക്കും, അതുപോലെ വി വായിക്കും, ഇങ്ങനെ കർവ്വ്ഡ് സിമ്പൽ ഇട്ടിട്ട് വു വായിക്കും അല്ലേ? അപ്പൊ അത് ഓർത്തു വെക്കുക കേട്ടോ. വാന്റെ പ്രത്യേകത അതാണ്. അതുപോലെ വാക്ക് ശേഷം വേറെ ഒരു അക്ഷരം എഴുതൂല. ഇതിന്റെ ഒപ്പം ഇങ്ങനെ ബാന്നൊന്നും എഴുതൂല കേട്ടോ. ഇങ്ങനെ ഒന്നും എഴുതൂല. അത് വേറെ ഒരു അക്ഷരം കൂടി നമ്മൾ പഠിച്ചില്ലേ? അതിനുശേഷം ഒന്നും എഴുതൂല. അത് ഏതായിരുന്നു? ഇമാദ് വന്നല്ലോ, മാഷാ അല്ലാ. ഓഡിയോ ഓൺ ചെയ്യുമോനെ. അമീറ എവിടെയാ? ഇമാദ് ഓഡിയോ ഓൺ ചെയ്യും. അമീറ എവിടെയാ? അതർ റൂം. ഓക്കെ, അവൾ ജോയിൻ ആയിട്ടുണ്ടാവണം. എനിക്ക് കാണുന്നില്ല. എന്തായിരിക്കണം ഉണ്ടാ? ഓക്കെ ഓക്കെ. ഉണ്ട് മാഷാ അല്ലാ, മബ്രൂക്ക്.
കണ്ടിട്ടില്ല. എല്ലാരും കൂടി സ്ക്രീനിൽ കാണൂല. അത് ഞാൻ ആ ഓക്കെ ഓക്കെ ഇപ്പൊ കണ്ടു കണ്ടു. ഓക്കെ ഓക്കെ അങ്ങനെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നാൽ മതി. വേറെ ഏതായിരുന്നു അതിനുശേഷം എഴുതാത്ത ഒരു ഒരക്ഷരം ഏതായിരുന്നു? അതായത് ഇപ്പൊ വാവ് പോലെ അതിന് ശേഷം ഒന്നും എഴുതൂല എന്ന് പറഞ്ഞ ഒരു അക്ഷരം പഠിച്ചില്ലേ നമ്മൾ? അതെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആരാ? ഒരക്ഷരം തന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു അക്ഷരം എഴുതില്ലത് എന്താ? ഇവിടെ ഇവിടെ ദാ ഇങ്ങനെ എഴുതിയാല് അലീഫ്. മറന്നല്ല? അലീഫ്. ഫാത്തിമ മറന്നോ? ആയിരുന്നോ? ആ അലീഫ്. അലിഫിന് ശേഷം നമ്മളൊന്നും എഴുതൂല. ഇങ്ങനെ ബാന്നൊന്നും എഴുതാൻ പാടില്ല അല്ലേ? അതേപോലെ വാവിന് ശേഷവും നമ്മൾ ഒന്നും കൂട്ടി എഴുതൂല കേട്ടോ. വാവിന്റെ മുമ്പ് എഴുതും. മുമ്പ് നമ്മൾ ഇപ്പൊ ബാ ഇടും, ബൂ ഇടും അല്ലേ? അതേപോലെ തൂ ഇടും, അങ്ങനെയൊക്കെ കേട്ടോ. ഇതൊന്നും മറന്നു പോവരുത് കേട്ടോ. ഓക്കെ. അമീറ ഇപ്പൊ തന്നെ എഴുത്ത് തുടങ്ങല്ലേ? ഇപ്പൊ സ്ക്രീനിൽ നോക്കും മോളെ. ആ ഐജിൻ വന്ന. ഐജിൻ എവിടെ പോയിരുന്നു? ഞങ്ങൾ എന്നോട് കാത്തു നിന്നിട്ട് ആദം എവിടെ പോയി? അപ്പോ നമ്മളിപ്പോ വാ അല്ലെ? ഇത് വായിച്ചു ഒന്നും കൂടി. ആ വെരി ഗുഡ്. ആ ആ വെരി ഗുഡ്. ആ എല്ലാവരും വായിക്കട്ടോ. ആ ഇതെന്തായിരുന്നു? യാ. ആ മുകളിലിട്ട യ, താഴെ ഇട്ടാല് താഴെ വരെ ഇട്ടാല് ഈ. ആ വെരി ഗുഡ്. ആ ആ വെരി ഗുഡ്. ഓക്കെ. ഇത് ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതാ അവിടെ താഴെ ബാബി ഐസിൻ. ആ ഇതിന് ശ്രദ്ധിക്കും മോനെ. കുറച്ചൊക്കെ അവനക്ക് അറിയാം. അതാണ് അവനിങ്ങനെ അത്ര മെയിൻഡ് ആക്കാത്ത. അവന് ഭയങ്കര ഫാസ്റ്റിൽ പഠിക്കുന്ന ആളാണ്. ഇതൊക്കെ അവൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞു കൊടുത്തവർക്ക് ഈ എന്തിനാ ഉപയോഗിക്കാന്ന്? ആ ഈകാരത്തെ നീട്ടാന് തീ ഈ എന്നുള്ള സൗണ്ട് വരും. ആ അതിന് കൂട്ടാനുള്ളതാണ് യാ വെരി ഗുഡ്. ആ സീ നീട്ടാന്, കൂട്ടാനല്ല നീട്ടാന്. നീട്ടാന് കേട്ടോ. ഓക്കെ. ആ ഊന്ന് നീട്ടാന് വാവിന് ഉപയോഗിക്കും. ഈ നീട്ടാന് യാന് ഉപയോഗിക്കും അല്ലേ? അങ്ങനെ കേട്ടോ. ആ ഞാനൂടെ കൂട്ടാൻ പറ്റും, പക്ഷെ ഞാനൂടെ കൂട്ടാൻ പറ്റും. പിന്നെ ഇനി ഇത് നോക്ക്. ഇപ്പൊ നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോ ഇത് യാ അല്ലേ? ഇതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇതാണ് യാ. ഇത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നീട്ടാൻ അവിടെ അല്ല. ഞാൻ പറയുന്ന കേൾക്ക്. ഇനിയുണ്ടല്ലേ ഞാൻ പറയുന്ന കേൾക്ക്. ഈ യാന്റെ പ്രത്യേകത എന്താണ്? യാ ഒറ്റക്ക് എഴുതുമ്പോ ഇതുപോലെ ഇങ്ങനെ താറാവിന് പോലെ എസ് തല വരച്ച് പിന്നെ ഉടല് വരച്ച് അടിയിൽ യാന്റെ അടയാളം ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ താഴെ 2 ഡോട്ടാണ് കേട്ടോ. താന്റെ അടയാളം എന്തായിരുന്നു? മുകളിൽ 2 ഡോട്ട് അല്ലേ? മുകളിൽ 2 ഡോട്ട് ഇട്ടാല് താ ആണ് അല്ലേ? അതാ അവിടെ നമ്മൾ പഠിച്ചില്ലേ? മുകളിൽ 2 ഡോട്ട് ഇട്ടാല് താ, താഴെ 2 ഡോട്ട് ഇട്ടാല് ഇച്ചിരി ബോട്ടിൽ ജ്യൂസ് ഞാനൊന്ന് കപ്പിൽ വെച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തത് എന്ത് യായിനെ ഒന്ന് സ്ട്രോബെറി ഫ്ലേവേർഡ് മിൽക്ക് ഒന്ന് ബോട്ടിലിൽ ഞാനൊന്ന് കപ്പിൽ വെച്ചിട്ട് അതിലൊന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് സ്പൂൺ വെച്ചിട്ട് ഞാന് അത് ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടുണ്ട് അതിനകത്തത്. നമ്മൾ വേഗം പഠിച്ചു കഴിഞ്ഞിട്ട് തിന്നാട്ടാ. ഓക്കെ. മുഹമ്മദ് അദ്നാൻ, നിങ്ങൾ 2 ആളും കൂടി 3 ആളും കൂടി ഇരുന്ന് അവനെ ഇടങ്ങറാക്കല്ല. അവൻ പഠിച്ചോളും. നിങ്ങൾ പോയിക്കോളി. അവൻ പഠിച്ചോളും. ഇക്കാക്ക പോയിക്കോ, അമ്മയും പോയിക്കോ, അവൻ പഠിച്ചോളും. നിങ്ങൾ 2 ആളും ഇരുന്നിട്ട് അവനെ ഇടങ്ങറിയിക്കണു. ഇത് പറഞ്ഞേ, അദ്നാൻ പറഞ്ഞേ ഇതെന്താ? വെരി ഗുഡ്. ആ യാന്റെ അടിയിൽ ഇകാരട്ട് എന്താ? ഇതെന്താ? അടിയിലിട്ടാല് ആ വെരി ഗുഡ്. ആ ഉകാരിട്ടാല് യു. ആ എങ്ങനെ മനസ്സിലായേ? ഇതുണ്ടോ മുകളിൽ ഈ വരട്ടു. അപ്പൊ നമ്മള് ആന്റെ സ്വരം കൊടുത്ത് ആ യാ വായിച്ചു.
താഴെ ഇട്ടപ്പോ ഈ വായിച്ചു, മുകളിൽ ഇങ്ങനെ കർവ്ഡ് സിമ്പിൾ ഇങ്ങനെ വളഞ്ഞ സിമ്പിൾ ഇട്ടപ്പോ യു വായിച്ചു അല്ലേ. പിന്നെ യാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എഴുതുമ്പോൾ ഒറ്റക്ക് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എസ് പോലെ ഇട്ടിട്ട് താറാവിന്റെ തല വരക്കുക, പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉടൽ വരക്കുക, എന്നിട്ട് കാലിന് പകരം 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് യാ ട്ടോ. ഇത് ഒറ്റക്ക് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും, ലാസ്റ്റ് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ഡോട്ട് ഇട്ട് ഇങ്ങനെ എഴുതും കേട്ടോ. അത് നമ്മൾ മാറിപ്പോവരുത്. ഇത് താ ആണ്, ഇത് യാ ആണ്. ഇത് യാ, അടിയിൽ 2 ഡോട്ട് യാ, മുകളിൽ 2 ഡോട്ട് ത. അപ്പൊ നമ്മൾ കൂട്ടി വായിക്കുമ്പോ അതൊന്നും മറന്നു പോവരുത് കേട്ടോ. ഓക്കെ. പിന്നെ മാം ഞാൻ ഇന്നലെ എന്റെ മുടി വെട്ടിയിട്ടുണ്ടാവുന്ന നോക്കിയേ സൈഡ്. അടിപൊളിയായല്ലോ. അതല്ല ഇങ്ങനെ എന്തോ ഒന്ന് സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. കുഴപ്പമില്ല, രസമുണ്ട്, അടിപൊളിയാക്ക്. അതല്ല ബാക്കി നോക്കിയേ, ബാക്കിലും അടിപൊളി. ബാക്കിലും അടിപൊളിയാക്കുന്നു. ഓക്കെ. അതല്ല ഇങ്ങനെ ആക്കുമ്പോ നല്ല സ്കെയിലിന്റെ പോലെ പിന്നെ അങ്ങനെ. പക്ഷെ ഡൗൺ ടു അപ്പ് ആക്കുമ്പോ എന്തോ സ്പൈക്കി ഫീലിങ്. ഓക്കെ. ഈ അതിനാണ് പരിചയപ്പെട്ട, അതിന് ചിരിക്കുന്നുണ്ട്. എൻ്റെ മുടി അവന് ഇഷ്ടമായി തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ഓരോരുത്തരും വിളിച്ച് പരിചയപ്പെട്ടോളിൻ്റെ. അപ്പൊ എനിക്ക് കുറെ വിശേഷങ്ങൾ ചോദിച്ചറിയാട്ടാ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തതിലോട്ട് പോവാം. അടുത്തത് നോക്കിയേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ആര് അയച്ചു തന്നോ? ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു 15ാമത്തെ പേജിൽ ഈ ഒരു ഭാഗം എനിക്ക് എഴുതിയിട്ട് അയച്ചു തരണം. വോയിസും ഇടണം. ബാ ബി ബു, ബാ ബി ബു പറഞ്ഞ വോയിസും ഇടണം കേട്ടോ. അപ്പൊ ഇതെന്തായിരുന്നു? ബാ. ഇതെങ്ങനെ നമ്മൾ എഴുതിയത് പഠിച്ചല്ലോ അല്ലേ? ഇത് നമ്മൾ എങ്ങനെ എഴുതിയത്? ഓക്കെ, ഇവിടെ എഴുതി തരാം. ബാബ. ബാബ ഒക്കെ എഴുതിയതുപോലെ നമ്മൾ എഴുതിയ. അപ്പൊ നമ്മൾ എന്താ അവിടെയാണ് നമ്മൾ അലിഫ് പഠിച്ചത് കേട്ടാ. അലിഫ് നിങ്ങൾ മറന്നുപോയല്ലോ അപ്പോഴത്തേനും. അലിഫ്, ഇതാണ് അലിഫ്. ഇത് നമുക്ക് വായിച്ചു തന്നതാണല്ലോ നിങ്ങള്. അലിഫിന് ഇങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കൂല. അകാരം ഇകാരം ഉകാരം ഒന്നും ഇട്ട് കൊടുക്കൂല. അത് നീട്ടാൻ വേണ്ടിയിട്ട്. എന്തിനു നീട്ടാന്? അകാരത്തിന് നീട്ടാന്. മുകളിലുള്ള ഈ വരല്ലേ അകാരം, അതിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് 1 ആണ്. ഓക്കെ. വേറെ ഉപയോഗങ്ങൾ ഉണ്ടാകും, നിങ്ങൾ പിന്നീട് പഠിക്കും കേട്ടോ. ഇപ്പൊ അലിഫിന് എന്തിനു ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മള് ബാ എഴുതിയാല്, ഓക്കെ, ബാ എഴുതിയാല് ഇതിന് നീട്ടാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. ഇപ്പൊ ബാന് നീട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ താഴെന്ന് മുകളിലോട്ട് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒറ്റക്ക് എഴുതുമ്പോ ഇത് വേറെ ഒരു അക്ഷരത്തിന്റെ കൂടെ എഴുതുമ്പോ താഴെന്ന് മുകളിലോട്ട് ഇട്ടാ. അപ്പൊ നമ്മൾ ഇതിനെന്താ വായിച്ചേ? ബാ. അതിനാൻ ശ്രദ്ധിക്കും. ഇതിലിപ്പോ ആരൊക്കെ വന്നു എന്നൊന്നും ഞാൻ നോക്കട്ടെ. എനിക്ക് എല്ലാവരും ഒന്നും കാണുന്നില്ല. സ്ക്രീൻ ഉണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇമാദ് ഓഡിയോ ഓൺ ചെയ്യ്, ശ്രദ്ധിക്കട്ടാ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ ഇതെന്താണ്? ബ ബാ. ബ ബാ. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇനി താനൊന്ന് നീട്ടി നോക്കാം. താനെ നീട്ടി നോക്കിയാല് ഇതല്ലേ താ. ഇതിന് നമുക്ക് ഒന്ന് കിട്ടി നോക്കാം. അപ്പൊ നമുക്ക് എന്താ വായിക്കും? വെരി ഗുഡ്. താ അല്ലെ? ഇനി നമ്മള് വെരി ഗുഡ്. അങ്ങനെ വായിച്ച എല്ലാരും. അമീറ ഉറക്ക വായിക്കേ. വെരി ഗുഡ്. അടുത്തത് ഇതെന്താ?
അവിടെ എത്തിയിട്ടില്ല, എഴുതിയത് വായിക്ക്. അദ്നാൻ എത്ര പ്രാവശ്യമായി ഞാന് പറയുന്നു ബോഡി വേർഡ്സിലാണ് ഓഫ് ചെയ്യരുതെന്ന്? ശരിക്കും ഞാൻ വേർഡ്സിലാണ് റീച്ച് ചെയ്തത്. എത്ര പ്രാവശ്യമായി പറയുന്നു അദ്നാൻ ബോഡി ശരി. ഓഫ് ചെയ്യല്ലേ? ഓഡിയോ ഓൺ ചെയ്ത് കുട്ടി പറയും. അതിനാണ് ഓഡിയോ ഓണാക്ക്. ഇമാദ് ഓഡിയോ ഓൺ ചെയ്ത് പറഞ്ഞേ. ആ എല്ലാവരും ഹസനാന്ന്. പറയും. ഹസൻ ഓഡിയോ ഓൺ ചെയ്ത് തന്നെ കൂടെ വിളിക്കുന്നു. ഹസൻ ഹസൻ നമ്മളെല്ലാവരും ഓഡിയോ ആണ്. പക്ഷേ ഐഫോൺ ഒന്ന് സൈലന്റ്. എനിക്കറിയില്ല ഐഫോണ്, പക്ഷെ എന്റെ ഐപാഡാ ഐഫോണ്. പിന്നെ ഹസൻ മ്യൂട്ടഡാ. അപ്പോ നാ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ വായിക്കുന്ന കാര്യം അല്ലാണ്ട് സംസാരിച്ചാലും ഞാൻ നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യും കേട്ടോ. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് മാത്രം സംസാരിക്കപ്പെട്ടോ. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? വ വാ വാ എഴുതുമ്പോ ഞാൻ പറഞ്ഞില്ലേ, വാന്റെ കൂടെ നമ്മള് വാന്റെ കൂടെ നമ്മളൊന്നും കൂട്ടി എഴുതൂല പറഞ്ഞില്ല. അപ്പൊ നമ്മൾ അലിഫിന് ഒറ്റക്ക് എഴുതണം കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതണം കേട്ടോ. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വാ വാ എഴുതുമ്പോ നമ്മൾ എഴുതിയ നോക്കിയേ. വാ എഴുതിയ നോക്കിയേ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് എഴുതിയപ്പോ വാ മാത്രം നമ്മൾ വേറെ വേറെ എഴുതില്ലേ. വാവിന് ശേഷം നമ്മൾ ഒന്നും കൂട്ടി എഴുതാത്തോണ്ടാണ് അങ്ങനെ ചെയ്തേട്ടോ. അത് മനസ്സിലാക്കട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് താറാവിന് അല്ലേ, യാ. ഓക്കെ, യാ ഒറ്റക്ക് എഴുതിയപ്പോ ഇങ്ങനെ എഴുതി. ഇങ്ങനെയും എഴുതാം അല്ലേ, ഇങ്ങനെയും എഴുതാം. ഇതിന് ശേഷം അക്ഷരങ്ങൾ വരുമ്പോ അല്ലാത്തുമ്പോ ഇങ്ങനെ എഴുതാം. പക്ഷെ അത് നീട്ടുമ്പോ ഒരു ഇത് മാത്രമേ വരുള്ളൂ കേട്ടോ. താഴെ 2 ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാല് യാ. ഓക്കെ, ഐറിൻ മോൾ എങ്ങോട്ട് നോക്കുക, അതിന്റെ ഇടയിൽ അവിടെ സംസാരിക്കല്ലേ. ഓക്കെ, ബാ പഠിച്ചു അല്ലേ. ഇതെഞ്ഞി എന്താ? ഇത് വായിച്ചേ. ഇതെന്താ? ഇത് വായിച്ചേ. ഇതെന്താ? അമീറ എഴുതാൻ പറഞ്ഞില്ലല്ലോ, സ്ക്രീനിൽ നോക്കി. വെരി ഗുഡ്. ഇനി നമുക്ക് ബീനെ നീട്ടി കൊടുക്കാം. ബി എഴുതണമെങ്കിൽ എങ്ങനെ എഴുതുക? എന്താ? വെരി ഗുഡ്. വെരി ഗുഡ്. ഇതെന്താ? താഴെ ഇട്ട തീ. ആരെ താ വായിച്ചേ? താഴെ ഇട്ടാല് തീ, മുകളിൽ ഇട്ടാല് ത, ആ വളഞ്ഞ ചിമ്പലിട്ടാല് തു. അത് മറന്നു പോവല്ലേ. നമ്മള് തീന്ന് എഴുതുമ്പോ നമ്മൾ തീ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന്റെ അടയാളം ഇടാനും മറക്കരുത്. അപ്പൊ നമ്മളിതിന് തീ വായിക്കും. ഇത് തീ, ഇത് തീ. ഇതാണ് ത, ഇത് ത. ഓക്കെ, ഇതാണ് ത. ഓക്കെ, ഇത് താ, ഇത് തീ, ഇത് തീ. അങ്ങനെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. എന്നാലുള്ള നിങ്ങൾക്ക് കാണുമ്പോ അതറിയാം. വെരി ഗുഡ്. ഓക്കെ, മബ്രൂക്ക്. ഓക്കെ, ഇനി നമുക്ക് സി എഴുതാം. സി എങ്ങനെ എഴുതാ? എത്ര ഡോട്ട് ഇടണം? 3. ഓക്കെ, അപ്പൊ ഇട്ട് കൊടുക്ക. ഇനിയോ സി വായിക്കണമെങ്കിൽ അതിന്റെ സിമ്പൽ എവിടെയിടാ? ഈ വര എവിടെയിടാ? ഈ എന്നുള്ള ഉച്ചാരണം വരുമ്പോ താഴെ താഴെ. ഓക്കെ, അപ്പൊ സി. ഇനി സീന്ന് എഴുതണമെങ്കിൽ നമ്മൾ അതിന് കൂടെ ഒരു യാ ഇട്ട് കൊടുക്കുക അല്ലേ. ഓക്കെ, നമ്മൾ എന്ത് വായിക്കും? സി വായിക്കും. ഓക്കെ, അപ്പൊ ഇത് ആദ്യം മുതൽ വായിച്ചേ. ഇത് വായിച്ചേ ആദ്യം. നല്ലോണം നീട്ടിക്കോളും. തി തീ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇവരെ കൂടെ വായിച്ചോ ഐസിൻ? ഇനി എഴുതുന്നത് വായിക്കേ.
നിനി നീ എഴുതട്ടെ. നീ എഴുതട്ടെ. വിവി ഓക്കെ. യി നീ നീ ബിബി ആ. സിസി അല്ല നീനി ഇതവര് വായിക്കട്ടെ. ഇനി ഈ നിർത്ത്. ഒരു വട്ടം ഇത് വായിക്കുക, അല്ലാണ്ട് അടുത്തത് വായിക്കല്ല. ഞാൻ എഴുതുന്ന വായിക്കുക. അവര് നമ്മളെ കൂടെ എത്തണ്ടേ. ഇതെന്താണ്? നീ നീ ഓക്കെ. നീ വായിച്ചേ. നീ നീ ഇതൊരു ഡോട്ട് ഉള്ളൂ കേട്ടോ. ഇത് രണ്ട് ഡോട്ടായ. നീക്ക് ഒരു ഡോട്ട് ഉള്ളൂ. മുകളിൽ ഒരു ഡോട്ട്, താഴെ ഒരു വര. ഓക്കേ, നീ. ഇനി എന്താ നമ്മൾ പഠിച്ചേ? ഇനി നമ്മൾ വാ പഠിച്ചു. ഇനി വി പഠിക്കണം. വി ഒരു എളുപ്പമാണ്. അടിയിലിട്ടാല് വി. വ വി. വ വാ പറയുമ്പോ ചുണ്ട് ഇങ്ങനെ ഇങ്ങനെ വ റൗണ്ടിലാക്കി പറയണം കേട്ടാ. വ വ. upside down. ഓക്കെ. Upside down. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സൈലന്റ് സൈലന്റ്. ഒരു മിനിറ്റ് സൈലന്റ്. ഓക്കെ. ഐസിൻ മറക്കല്ലേ. അവിടെ ഒന്ന് ലൈൻ എഴുതിയതാ. ഇല്ല, ഇതിന്റെ സ്ക്രീനിൽ എഴുതല്ലേ. സ്ക്രീനിൽ നോക്കി വായിച്ചാ മതി കേട്ടാ. ഫോണിൽ കളിക്കല്ലേ. ഇപ്പൊ നമ്മള് ഇവിടെ എന്ത് ചെയ്ത്? വാവിന് ശേഷം നമ്മള് നീട്ടാൻ വേണ്ടി സൈലന്റ് 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 സൈലന്റ്. ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ വാവിനെ നീട്ടാൻ വേണ്ടി ഞാൻ അലിഫ് വേറെ എഴുതിയില്ലേ. വേണ്ട, ഇതിനൊക്കെ ഒരുമിച്ച് എഴുതിയപ്പോ ഇതിന് മാത്രം വേറെ എഴുതില്ലേ. ഇതിന് ശേഷം വേറെ അക്ഷരങ്ങളൊന്നും എഴുതൂല. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്താ അവിടെ സംസാരിക്കല്ലേ. ഇങ്ങോട്ട് നോക്കും മോനെ. അതേപോലെ വിക്ക് ശേഷം യാഇനെ നമ്മള് വേറെ എഴുതണം കേട്ടോ. ഓക്കെ. ഇത് എഴുതിയ പോലെ അല്ലല്ലോ ഇത് എഴുതുന്നേ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ വി ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വി എഴുതുമ്പോൾ നമ്മൾ വേറെ എഴുതണം കേട്ടോ. അതൊക്കെ. യാഇന് എത്ര ഡോട്ടാ താഴെ? എത്ര ഡോട്ടാ? ഓ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ബ അല്ല ബി ബി. ഇത് തി തീ. ഇത് തി തീ. ഇത് നി നീ. ഇത് വി വി. ഓക്കെ. അമേറ, ഇത് കേൾക്ക്. ഇത് ശ്രദ്ധിക്കട്ടോ. വേറെ സംസാരിക്കല്ലേ. ഇപ്പൊ ഇതെന്താണ്? ഞാൻ കളറൊന്ന് മാറ്റിത്തരാം, അല്ലെങ്കിൽ ഇത് മതി. ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതാ കാണുന്നില്ലേ? ഇതായത് ഇതൊന്ന് വായിച്ചേ നിങ്ങള്. ഇത് മാത്രം. ഗുഡ്. ഇനി ഇത് ഇവിടെ വെരി ഗുഡ്. ഇനി ഇത് അല്ല ത. മുകളിൽ രണ്ട് ഡോട്ട് ഇട്ടാൽ ത. ഓക്കെ. തി തി. ഇത് തി തി. അമേറ വായിച്ച വായിക്കല്ലേ. ഇതാണ് സ. ഇത് ന നാ. ഓക്കെ. ന മുകളിൽ ഒരു ഡോട്ട് ഇട്ടപ്പോ ന നാ. നീ നീ നീ. ഇതോ വ വി വി. ഓക്കെ. ഐറിൻ ഓർക്കാൻ വന്നോ അപ്പോഴത്തേനും? അത് കഴിഞ്ഞിട്ട് ഉറങ്ങാട്ടാ. ഇനി നമ്മൾ എഴുതേണ്ടത് ഈ അല്ല യാ എഴുതി. യാ ഇതാണ് കേട്ടോ. യാ ഇതാണ്. രണ്ടിന്റെയും യാ ഇതാണ്. ഇനി നമ്മൾ ഈ എഴുതല്ലേ. ഓക്കെ. താഴെ രണ്ട് ഡോട്ട്, താഴെ വരാം. അപ്പൊ ഈ അതിനെ നീട്ടാനും എഴുതുമ്പോ, അതായത് അതിന് ശേഷം അക്ഷരം വരുന്നപ്പോ നമ്മൾ ഇങ്ങനെ എഴുതിട്ടോ. എന്താന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കണ്ടോ? ഇങ്ങനെയാണ് ഇവിടെ ഈ എഴുതിയല്ലേ. ഈ എഴുതി. ഓക്കെ. ഒറ്റക്ക് എഴുതുമ്പോ ലാസ്റ്റ് എഴുതിയപ്പോ ഇങ്ങനെ എഴുതി, ഫസ്റ്റിൽ എഴുതിയപ്പോ ഇങ്ങനെ എഴുതി അല്ലേ. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. ബ ബാ ഇത് ബ ബാ
ബി ബി. പിന്നെ താ വായിച്ചോളൂ, കൂടെ വായിച്ചോളൂ. ആദ്യം മുതൽ ബ ബ. അമീറ വായിക്ക്. വെരി ഗുഡ്. ഇവിടെ ഒരുപാട് എണ്ണം ഉണ്ട്, ഞാൻ വേറെ മാറ്റി തരാം. ഇത് ഇത് നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. എന്താ ഓക്കെ. അടുത്തത് അത് ഇനി മറക്കരുത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. ഇന്ന് പറയാ വരാത്തത് വസൻ വന്നു, ആദം വന്നിട്ടില്ല അല്ലേ? ആദം ഇന്ന് റീസൺ പറഞ്ഞോ? ആരോ ഒരാൾ റീസൺ പറഞ്ഞു. ഇല്ല, ഹമൈസയാണ് റീസൺ പറഞ്ഞത്. ഹൈഫ പിന്നെ കേറിയിട്ടില്ല അല്ലെ? ഹൈഫ, ഹമൈസ അങ്ങനെ 2 പുതിയ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഒരാള് പനിയാണെന്ന് പറഞ്ഞു, മറ്റാള് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് അടുത്തത് ഞാന് നേരത്തെ പഠിച്ചത് വെച്ചിട്ട് എഴുതട്ടെ. നിങ്ങൾ വായിക്കോ? വായിച്ചേ. എന്നാ വായിച്ചേ. വെരി ഗുഡ്. വെരി ഗുഡ്. എല്ലാവരും വായിക്കട്ടാ. ഫാത്തിമ വായിക്കുന്നില്ലേ? വെറും ബെഡ് മാത്രമേ കാണുന്നുള്ളൂല്ലോ. വെരി ഗുഡ്. എല്ലാവരും വായിക്കട്ടാ. ബാബ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇതെന്താ? ചെയ്തത് ബിഗ് ലൈറ്റ് ബ്ലൂ സ്മൈലി ഫേസ്. ഇതെന്താ വായിച്ചേ? ബി. വെരി ഗുഡ്. അപ്പതാ ബാ. ഇന്നാ വെള്ളമൊക്കെ കുടിച്ചോളി. വെള്ളം കുടിച്ചൊന്ന് മുഖമൊക്കെ കഴുകി പോര്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് വെള്ളം എന്തെങ്കിലും കുടിച്ചോളി കേട്ടോ. എന്തായാലും കുറച്ച് സമയമുണ്ടോ. മദറാണ്, പിന്നെ ബാബ ഫാദറാണ്. ബീബി ബാബ അങ്ങനെയാണോ? ബേബി വിചാരിക്കും ഹിന്ദിയില്. ശരിക്കും ഇത് ബാബി. ബാബി.
റെഡിയായി ടീച്ചർ. ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാരും ഉഷാറായോ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ബാബ, ബാബി. ഓക്കെ, ഐസിനും ഹസനും പിന്നെ വർക്ക് ചെയ്തയച്ചില്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്നതാണ്, പക്ഷെ നിങ്ങള് വർക്ക് എന്താ ചെയ്തയക്കാഞ്ഞ്? ഞാൻ പറഞ്ഞ വർക്കുകളൊന്നും ചെയ്യുന്നില്ലല്ലോ. 16-ാമത്തെ പേജ്, 17-ാമത്തെ പേജ്. ഐസിൻ, ഹസൻ, നിങ്ങൾ രണ്ടുപേരും 16, 17, 18, 19, അങ്ങനെ 21 വരെയുള്ള പേജുകൾ അതിൽ വർക്ക് ചെയ്ത് അയച്ചു തരണം എനിക്ക് കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾ വർക്ക് എഴുതിക്കോളി കേട്ടോ. ഹസൻ എവിടെ പോയി? ഐസിൻ എഴുതിക്കോ, വർക്ക് എഴുതിക്കോ. ഓഡിയോ ഓഫ് ചെയ്തിട്ടിട്ട് വർക്ക് എഴുതിക്കട്ടോ. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവർ പഠിക്കട്ടെ. നിങ്ങൾ എഴുതിക്കോളി. നിങ്ങൾ എഴുതി അയച്ചു തരുന്നില്ല, നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്, പക്ഷെ നിങ്ങൾ അപ്പൊ വർക്ക് ചെയ്ത് അയച്ചു തരാത്തെ. ഹസൻ എഴുതിക്കോ. ഹസൻ പോയോന്നും ആവാനും ഞാൻ കാണുന്നില്ല. അപ്പൊ നമ്മള് ബാബ, ബാബി പഠിച്ചു അല്ലേ? ഇനി അടുത്തത് ഞാൻ വരച്ചിട്ടെ. ശരിയാ. ഇനി ഇതൊന്ന് വായിച്ചിട്ട് എഴുതണം കേട്ടോ. വായിച്ചിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി. എന്താ അതിനാ പറയുന്നേ? എന്താ പറഞ്ഞേ? ബാബി. ടീച്ചർ പറയുന്നുണ്ടോ? ടീച്ചറിനോട് പറയുന്നുണ്ട്. ബാബി. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എഴുതിത്തരാം. ഇത് വായിച്ചേ. വായിച്ചേ. വെരി ഗുഡ്. ഇമാദ്. എന്റെ ബുക്കിനാണ് ഞാൻ നിക്കാണ്. മാം എന്റെ ബുക്കിനാണ് ഞാൻ നിക്കാണ്. നനഞ്ഞ ബുക്കിന് കുളിപ്പിച്ചിട്ടില്ല. എനിക്കൊന്ന സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ നനച്ച അടിപൊളി. ഇന്ന് തൽക്കാലം നോട്ട് ബുക്കിൽ എഴുതിക്കോ. അല്ല എന്തായിരുന്നു? താബ. ഓക്കെ, ഇതെന്താണ്? ഫാത്തിമ പോയാ? താബ. ഓക്കെ, നോട്ട് കാണാണ്ടായിണ്ടായിരുന്നില്ലേ? ആ നോട്ടിലല്ലേ എഴുതിയത്? ടെക്സ്റ്റ് എഴുതിക്കോ. മാത്സ് എവിടെയാണ് മമ്മി വെച്ചത് എനിക്കറിയില്ല. ഇതൊന്ന് വായിച്ചു കൊടുത്തേ. ഞാൻ സ്ക്രീനിൽ എഴുതിയൊന്ന് വായിച്ചു കൊടുത്തേ. പിന്നെ മമ്മിയോട് കുടിക്ക. ഇത് വായിച്ചേ. ഓക്കെ, വായിച്ചേ. ഓ അതാണ് 4 ഫസ്റ്റ് വണ് ബാബ കഴിഞ്ഞിട്ടാണ് ഇവിടെ that one. ഓക്കെ, എന്തിനാണ് 2 dots ഉള്ളത് താഴെ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഒന്നല്ല, യത്തുവാബൂന്നൊന്നുമില്ല, യത്തൂബു. ഓക്കെ, അത് ഞാൻ മനസ്സിലായോ? യത്തൂബു. ഓക്കെ, അമീറ. ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ അമീറ.
ഇതിൽ നോക്കിയേ, വായിച്ചപ്പോ എല്ലാരും വായിക്കല്ലേ? എഴുതുമ്പോ നിങ്ങള് ഉമ്മച്ചീനെ മീറ എഴുതണം. ഇപ്പൊ നിങ്ങൾ പഠിച്ചോളി, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എഴുതാട്ടാ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ എഴുതിക്കോളി. ഈ ടൈമിൽ നിങ്ങൾ മാക്സിമം പഠിക്കട്ടാ. ഫാത്തിമ എവിടെയാ? യത്തൂബു. ഫാത്തിമ എവിടെയാ? നമുക്ക് പുതിയ മാഷൊക്കെ വന്നിക്കണു. ഫാത്തിമ എവിടെയാ ചോദിക്കണു. യത്തൂബു എന്താണ്? യത്തൂബു. ഓക്കെ. ആ ഇങ്ങനെ യാ വന്നു. ഇത് യാ, എന്താണ് ഇത് യാ, ഇത് തൂ. ആ ഇത് ബു അല്ലെ? ബാബി ബു. ഇത് ഒരുമിച്ച് എഴുതിയപ്പോ നമ്മള് യത്തൂബു വായിച്ചു അല്ലേ? ഐറിൻ എവിടെ പോയിരുന്നു? ഇത് വായിച്ച മോളെ. കണ്ടോ? യാ തൂ ബു. ആ യത്തൂബു. ഓക്കെ. ആ ഇമാദ് വായിച്ചാ? ഇമാദ് യത്തൂബു. സൈൻ വായിച്ചാ? So good to read എല്ലാരും the ഒന്നും choir കാണുന്നില്ല കേട്ടോ. in 20 days. വേറെ സംസാരിക്കുന്നുണ്ടാ? വേറെ സംസാരിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാരും കൂടി പറഞ്ഞാല് ഒന്നും മനസ്സിലാവില്ല. ആയിക്കൂടി വേറെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് എന്താ മനസ്സിലാവും നമുക്ക്? ഫാത്തിമ പോയാ? ഹസൻ ഒന്നും മുണ്ടിട്ടേനല്ല അല്ലേ? ഹസനും ഐസിനും വർക്ക് അയക്കണേ. ഓക്കെ. അപ്പൊ യത്തൂബു നിങ്ങൾ വേഗം പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വീക്ക് തന്നെ നോക്കേണ്ടി വരും. ഓക്കെ. ഇനി ഞാനൊന്ന് എഴുതി തരാം. ഇതാർക്കാ വായിക്കാൻ കഴിയാ? ഇത് വായിച്ചേ. നിങ്ങളോട് ആരോടും ഞാനിപ്പോ എഴുതാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും വായിച്ച് പഠിച്ചതിന് ശേഷം എഴുതിയാൽ മതി. ഇതെന്താ വായിക്കുക? വായിച്ചേ. ഉറക്ക പറ. വെരി ഗുഡ്. ആ ഇങ്ങോട്ട് നോക്കി വായിക്കുക, ഇങ്ങോട്ട് നോക്കി വായിക്കത്. ഇത് സ. ഓക്കെ. പിന്നെ നമ്മുടെ ഇത് വ. ഓക്കെ. വ. വാവിന് നമ്മൾ അലിഫ് കൊണ്ട് നീട്ടിയപ്പോ വാ. പിന്നെ നമ്മൾ ബു. ഓക്കെ. ഇത് മാമിന്റെ പെണ്ണിന് ബു. മോനില്ല. അത് എന്റെ പെണ്ണിന് കുറിപ്പിച്ചിട്ടില്ല. മോനില്ല. ആ എഴുതാൻ വന്നപ്പോ എനിക്ക് ബുക്ക് നനഞ്ഞു പോയി, പെണ്ണിന്റെ മോനെയും പോയി. എന്താണ് ഐസിൻ? തവാബു. ഇത് ഒരുമിച്ച് എഴുതിയപ്പോ ഇല്ല എങ്ങനെയാണ്? തവാബു. ഓക്കെ. ഇതല്ല, ഇതിന്റെ മോനെ പോയത് തവാബു. നേരത്തെ ഓക്കെ. വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. ആ വെരി ഗുഡ്. ഓക്കെ. ഇനി എളുപ്പമുള്ളത് അതെല്ലാരും വേഗം വായിച്ചോളി. വേഗം വായിച്ചോളി. ആ വെരി ഗുഡ്. ഇമാദ് വായിച്ചിട്ട്. ബാനു. അവള് പോയാ? എന്താ പേര്? ഫാത്തിമ. ഫാത്തിമ പോയാ? ഫാത്തിമ നെറ്റ് പോയാണോ? ഓക്കെ. അപ്പൊ സവാബിക്ക് ബാൻ. ഓക്കെ. ഇനി ഞാനൊന്ന് ബാന എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇനി എഴുതി തരാം. ഇത് കുറച്ച് വായിക്കാൻ കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. ഇതെന്താ? താഴെ 2 ഡോട്ട് ഇട്ടപ്പോ എന്താ വായിക്ക? ആ ഗുഡ്. ഓക്കെ. അല്ല, ഇതിനൊന്നും ഇട്ടിട്ടില്ല. നീട്ടാൻ വേണ്ടിയിട്ടാണ്. ബീനെ നീട്ടാന്. ബീ നീട്ടാന്. അതിനാ അതെ. ഞാക്കൂവിന്റെ ചിഹ്നിട്ടു. അങ്ങനെ ആലോചിച്ചിട്ട് എടുത്തിട്ട് വേണം എഴുതാൻ കേട്ടോ, വായിക്കാന്. അതേപോലെ വേണം എഴുതാനും. യബീനു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കും കേട്ടോ. നിങ്ങൾ ഒറ്റക്ക് എഴുതണം. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ഉമ്മച്ചി സഹായിക്കോളൂ കേട്ടോ. അപ്പോൾ യബീനു. വെരി ഗുഡ്. ഇനി അടുത്തത് എളുപ്പമാണ്. ഇത് വേഗം പഠിച്ചേ, വേഗം വായിച്ചേ.
ബാ ഇല്ല ബ നാ ബാ വെരി ഗുഡ്. ഓക്കെ, അടുത്തത് കുഴപ്പമൊന്നുമില്ല. വേഗം വായിച്ചേ. ഇമാദ് എഴുതാൻ പറഞ്ഞ ഞാന് ഇതിലോട്ട് നോക്കി നോക്കി വായിച്ചേ. യാ വെരി ഗുഡ്. എനൂബ് എങ്ങനെ കിട്ടി? ആദ്യം നമ്മള് ഇങ്ങനെ ഇട്ടു, അപ്പൊ നമുക്ക് യാ എന്ന് മനസ്സിലായി അല്ലേ? നമ്മൾ യാ ഈ യു പഠിച്ചതല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇട്ടു, അപ്പൊ നമ്മൾ ഞാ നീ നൂ പഠിച്ച നൂ വന്നു. പിന്നെ നമ്മൾ ബാ ബി ബു പഠിച്ച ബു ഇട്ടു. അപ്പൊ നമ്മളിത് ഒരുമിച്ച് വായിച്ചപ്പോ യനൂബു. അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാനും കേട്ടോ. യനൂബു. പിന്നെ അടുത്തത് എളുപ്പമാണ്, അത് വേഗം വായിച്ചേ. മാഷാഅല്ലാ, മബ്രൂക്ക്. ഓക്കെ, അടുത്തതും എളുപ്പമാണ്. വായിച്ചോളി വായിച്ചോളി. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. യബീതു. മുകളിൽ 2 ഡോട്ട് ഇട്ടാൽ താക്ക് വളഞ്ഞ സിമ്പൽ ഇട്ടാൽ തു. അതൊക്കെ എന്താന്നുള്ളത് നിങ്ങൾ പിന്നീട് പഠിക്കൂട്ടാ. ഈ വളഞ്ഞ സിമ്പലിനൊക്കെ ഒരു പേരുണ്ട്, അതൊക്കെ പഠിക്കൂട്ടാ. എവിടെയൊക്കെ എന്താണ് ഇമാത് പോയേ? ഓക്കെ, അടുത്തത് വായിച്ചേ. വായിച്ചേ വായിച്ചേ. ദാ ആദ്യം എഴുതിയത് ബ. ഒരു ഡോട്ട് താഴെ, ഒരു ഡോട്ട് ഇട്ടപ്പോ ബ, മുകളിൽ ഡോട്ട് ഇട്ടപ്പോ ഐറിൻ. പറഞ്ഞോളൂ. വെരി ഗുഡ്. ഇമാദ് ബാനല്ല ബ ഞാ. ബാക്ക് നീട്ടാനില്ലല്ലോ. ബാ ഇവിടെ അലിഫ് ഇട്ടാല് ബാ നാ വായിക്കും. ഇത് ബനാ. അപ്പൊ നമ്മള് നാ പഠിച്ചു. ഇനി നമ്മൾ നീത ബ. ഇതെന്താ? അല്ലല്ല, പി അല്ല, നീ. നമ്മള് നാ പഠിച്ചില്ലേ? ആ നാ ആണ് ഇത് ഇവിടെ അല്ലേ? പിന്നെ നമ്മള് നീനെ നീട്ടാൻ നമ്മൾ ഇങ്ങനെ നീ പഠിച്ചു അല്ലേ? ആ നീ ആണ് എന്ത് കൺഫ്യൂഷൻ? ഐറിൻ കഴിഞ്ഞോ? അരമണിക്കൂറൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലേ? അപ്പൊ മനസ്സിലായോ? ബനാ ബനി. ഇനി എങ്ങനെ ബനു എഴുതാ? എഴുതി എഴുതി നമ്മള് ഞാൻ നീ നൂ പഠിച്ച്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ ഞാൻ എഴുതിയത് വായിച്ചേ. ബനു ബനു ഇതല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് സൈലന്റ്. ഇനി വേറൊന്നും സംസാരിക്കില്ല. ടീച്ചർ പറയുന്ന കേൾക്ക്. സൈലന്റ്. ഓക്കെ, ഇനി നോക്ക്. ഞാനിത് എവിടെ എഴുതിയിരുന്നു? ഇവിടെ വായിക്കല്ല മോനെ, പറഞ്ഞു കേക്ക്. ഞാനിതാ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്താ? അപ്പൊ അതിന്റെ അപ്പുറത്ത് നമ്മളൊരു ബാ എഴുതി. അതാണ് ഇത്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയപ്പോ നമ്മൾ ഇതിനെ ബനാ വായിച്ചു. ഇവിടെ നമ്മള് ഇതെന്തായിരുന്നു? നീ അല്ലെ? ഇത് ഞാ, ഇത് നീന്റെ അപ്പുറത്ത് നമ്മളൊരു ബാ എഴുതി. അപ്പൊ നമ്മൾ അതിനെന്ത് വായിച്ചു? ബനീ വായിച്ചു.
വേറെ സംസാരിച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കൂല, നിങ്ങക്ക് മനസ്സിലാവൂല. But then ഓക്കെ, this will get dirty if you raise it. ആരെവിടെ But clear little ചെയ്തിട്ടുള്ളത്? military concept also. ഇമാദ് ഇങ്ങോട്ട് നോക്ക്. ഇതുണ്ടോ, ഇവിടെ നമ്മള് ന്യൂ പഠിച്ചു അല്ലേ? അതിന്റെ അപ്പുറത്ത് നമ്മള് ബ എഴുതി. അപ്പൊ നമ്മൾ ഇതിനെ ബനു വായിച്ചു കേട്ടോ. അതേപോലെ ഇനി അടുത്തത്. നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവൂല. വീട്ടിൽ നിങ്ങൾ ഒറ്റക്ക് എഴുതുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ട് പഠിച്ചോളൂ. ഇപ്പൊ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് പഠിക്കുക, പിന്നീട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇതെന്താണ് വായിച്ചേ? വെരി ഗുഡ്. ആ, നേരത്തെ പഠിച്ച നീ. അപ്പൊ താനീ. ഓക്കെ. ആ ആ വീണ്ടും ഞാൻ ഇതാ എഴുതുന്നത്. ഇതെന്താ വായിച്ചത്? ആ ബ ബ ബ താ ബ ത. അപ്പൊ വന്ന് ബാ മറന്നോ? ഒരുമിച്ച് എഴുതുമ്പോ എന്തെല്ലാം മറക്കുന്നേ? താ ബ ത. ഓക്കെ ഓക്കെ. ഇനി ആ ഇത് വായിച്ചേ, വായിച്ചേ. എന്താ ഐറിൻ പോയാ? ഐറിൻ ഐറിൻ ഉറക്കം വന്നോ? യു സാ ഓക്കെ. ഐറിൻ ഉറക്കം പോവാന് ഒരു കാര്യം ചെയ്യും, നോട്ടിൽ എഴുതിക്കോളും. ഇത് ഇത്ര മതി. ഇത് നമുക്ക് അടുത്ത വീക്കിൽ പഠിക്കാം ഇൻഷാല്ലാ. അത് അടുത്ത വീക്കിൽ പഠിക്കാം. ഓക്കെ, അത് അടുത്ത വീക്കിൽ പഠിക്കാം. നിങ്ങൾ ആദ്യം പഠിച്ചത് നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. ഇത് 16-ാമത്തെ പേജ് എടുത്തേ ടെക്സ്റ്റില്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. അതാണ്. ഇനി കുറച്ച് സമയം എഴുതാം. ഓക്കെ, വേഗം റെഡിയായോ? ബുക്ക് എടുത്ത് ഫാത്തിമ പോയാ? എഴുതിക്കേ. 16-ാമത്തെ പേജ് എടുത്തിട്ട് ഇത് ആദ്യം വായിക്കേ. എടുത്താ? ആ വായിച്ചെഴുതിക്കേ. അതിന്റെ ചുവട് 16-ാമത്തെ പേജിന്റെ ചുവട് ഇവിടെ എഴുതണ്ടേ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ എഴുതിക്കേ. നിങ്ങൾക്ക് എഴുതാലോ ഒറ്റക്ക്. വായിച്ചെഴുതിക്കേ. ആ ബാന്ന് പറഞ്ഞെഴുതണം. അങ്ങനെ തന്നെ പറഞ്ഞെഴുതണം കേട്ടോ. ബാ പറ. ഉമ്മച്ചി പറയില്ല നിങ്ങൾ ഒറ്റക്ക് പറയണം. ഉമ്മച്ചി നിങ്ങൾ എഴുതുന്ന തെറ്റുണ്ടോന്ന് നോക്കുള്ളൂ. നിങ്ങൾ വേണം പറയാൻ. ബാ Can buy the same yellow color one, okay? Or you want the pink itself? വെരി ഗുഡ്. ഇനി ബാബാനെ എവിടെ കണ്ടാലും മറക്കരുത്. നേരത്തെ ഐസിൻ ചോദിച്ചില്ല. ബാബ എന്ന് പറഞ്ഞാൽ ഉപ്പയാണ് കേട്ടോ, ഫാദർ. ചില ആളുകള് ഫാദർ. ഐസിൻ പോയാ? ഐസിൻ ആ എഴുതിയ മോനെ എഴുതിയേ. ബാബാ പറഞ്ഞേ. ബാബാ പറഞ്ഞെഴുതിയ. എഴുതാൻ മടിയല്ലേ? എഴുതിയ മോനെ എഴുതിയേ. ആ അപ്പൊ എഴുതാൻ ഫാസ്റ്റ് ഇല്ല, പറയാൻ ഫാസ്റ്റാ. എഴുതാനും ഫാസ്റ്റ് വേണ്ടേ? ഇന്നലെ ഞാൻ വെള്ളം കുടിച്ചപ്പോ എന്റെ മൗസിന്റെ ഉള്ളിലേക്ക് വെള്ളം പോയി. അതാണ് വെള്ളത്തിന്റെ പാത്രം. ആ ബാബാ. അടുത്തത് ഈ ബാബ എഴുതി കഴിഞ്ഞ് അടുത്തത് ഇവിടെ എഴുതണം കേട്ടോ. ഒന്നും വേറെ ലെറ്റേഴ്സ് ഗോ ത്രൂ ആവണം. എന്താണ്? വേറെ ലെറ്റേഴ്സ് ഗോ ത്രൂ ആവണം. വേറെ ഗോ ത്രൂ ആവേ? അതൊന്ന് കുറിപ്പിച്ചോ? പെൻസിൽ അല്ല, എന്റെ ബുക്ക് നനഞ്ഞെന്ന് പറഞ്ഞ്. ബുക്ക് നനഞ്ഞിട്ട് എന്താണ് ബാബ 2-3 പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടാ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് എഴുതാം. ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിയാൽ മതിയേ.
പറഞ്ഞെഴുത് ബാബാ. ഇതേപോലെ എഴുതണ്ട കേട്ടാ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. കഴിഞ്ഞ ബാബാ കഴിഞ്ഞ ബാബി. അടുത്തത് ബാബി. ബാബ കഴിഞ്ഞൊരു ബാബി എഴുതിക്കോളും. ബാബി പറഞ്ഞാല് അമ്മായിക്കാന്ന് തോന്നുന്നു. ബാബി. ചില സ്ഥലങ്ങളിൽ ബാബി എന്ന് വിളിക്കും അമ്മായിക്ക. ബാബി, ബാബാ, ബാബി. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബാ പഠിച്ചു, ബി പഠിച്ചു. അതാണ് ബാബി. പറഞ്ഞെഴുതണം. പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഐസിന് എഴുതുമ്പോ പറയുന്നുണ്ടാ? ഇമാദ് പോയാ? ഇമാദ് പറഞ്ഞെഴുതുമോനെ. അത് കഴിഞ്ഞിട്ട് ബാബാ. ബാബ എപ്പോഴും കഴിഞ്ഞില്ലേ? വേഗം എഴുതി. ബാബ കഴിഞ്ഞിട്ട് ബാബി എഴുതിക്കോ. ബാബി. ഐസിൻ അല്ല ഐറിൻ എത്ര എണ്ണായി? 3 പ്രാവശ്യം എഴുതിയാ? ബാബ കഴിഞ്ഞ? വേഗം എഴുത്, എന്നിട്ട് നമുക്ക് ഉറങ്ങാം. ഈ 2 ദിവസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത വീക്കല്ലേ കാണുള്ളൂ. ബി പറഞ്ഞെഴുതണം. ഇനി നിങ്ങള് ഫുള്ള് എഴുതിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. 3 പ്രാവശ്യം എഴുതിയാൽ മതി. ഇപ്പൊ 3 പ്രാവശ്യം എഴുതിയാൽ മതി. ഇമാത് പറഞ്ഞെഴുത്. ബാബി കഴിഞ്ഞാല് അടുത്തത് ബാന. ഇതേപോലെ എഴുതേണ്ടത്. ഈ ലൈനിലാണ് എഴുതേണ്ടത്. ഇതേപോലെയാണ് എഴുതേണ്ടത്. ഞാനിപ്പോ സ്ക്രീന് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയത് ഒരിടത്തും ലൈൻ ഒരിടത്താവും. അപ്പൊ ഇതുപോലെയാണ് എഴുതേണ്ടത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇതേപോലെയാണ് എഴുതേണ്ടത്. ഈ ലൈന് കഴിഞ്ഞാല് പിന്നെ അടുത്ത ഈ ലൈനാണ്. അങ്ങനെ 9 ലൈനാവും എഴുതാണ്ടാവും. അപ്പൊ കൂടുതലൊന്നും എഴുതാണ്ടാവൂല. ഇതേപോലെ എഴുതിച്ചാൽ മതി. ഇനി അടുത്തത് ബാന. പറഞ്ഞെഴുതിയ ബാബി കഴിഞ്ഞൊരു ബാന എഴുതിക്കോളി. 3 പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. ബാക്കി ഹോംവർക്ക് ആയിട്ട് എഴുതി അയക്കാം. അതേപോലെ വോയിസ് അയക്കണം. എനിക്ക് കുറച്ച് പേര് വോയിസ് അയച്ചിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഒക്കെ ഞാൻ അടുത്ത ആഴ്ച വായിക്കൂട്ടാ. എഴുതിയ അയച്ചവരെയും വോയിസ് ഇട്ടവരുടെയും ചെയ്യാത്തവരുടെയും എല്ലാം ആയിക്കോട്ടാ. അടുത്ത വീക്ക് ആകുമ്പോഴേക്കും എല്ലാവരും നന്നായി പഠിക്കണേ. അമീർ പോയാ? ഓക്കെ, മാഷാഅല്ലാ. മബ്റൂക്ക്, ബറക്കല്ലാഹു ഫീക്കും. ഇതിങ്ങനല്ല കേട്ടോ ബാന. ഞാൻ എഴുതുമ്പോ ഇത്തിരി ഇതില് മുകളില് അടിയിലോട്ടല്ല അല്ലേ? എഴുതിയിട്ടില്ലേ? ഓക്കെ. സിമ്പിളല്ലേ? ബാ ന. ബാന. അടുത്തത് ബാബ കഴിഞ്ഞിട്ട് ബാബി കഴിഞ്ഞിട്ട് ബാന കഴിഞ്ഞിട്ട് യബീനു. അതും പറഞ്ഞെഴുതണേ. യാ നു. ലാസ്റ്റ് എഴുതിയപ്പോ ലൈനിന്റെ താഴോട്ട് എഴുതിയില്ലേ? പക്ഷെ ഒറ്റക്ക് എഴുതിയപ്പോ ലൈനിന്റെ മുകളിൽ എഴുതിയിരിക്കണേ. യബീനു. യബീനു. യാ ബി നു. ഫസ്റ്റ് എഴുതാം. ഇനി എത്തത്തിന് എഴുതാം. ആദ്യം യാക്കുള്ള എല്ലാ സംഭവം. ഐസിന്റെ ഉറക്കം പോയാ? ഐറിന്റെ ഉറക്കം പോയാ? കഴിഞ്ഞാ? മാഷാഅല്ലാ, എത്ര വേഗ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതും കൂടി എഴുതി കഴിഞ്ഞിട്ട്
തിരിച്ച് സ്ക്രീനിലോട്ട് എബീനു പറഞ്ഞു എഴുതണില്ലല്ലോ ആരും. എബീനു വരി. ആ അതേപോലെ യാ എന്നൊക്കെ പറഞ്ഞു എഴുതാ. യാ ബി അങ്ങനെയൊക്കെ പറഞ്ഞു എഴുത്. ഓരോ അക്ഷരവും പറഞ്ഞു യാ, ഈ ടൈംസ് ബീ. ഞാൻ എഴുതിയിട്ടുള്ളൂ ട്ടോ എല്ലാം. നോക്കട്ടെ ഈ വേഗം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കട്ടെ കേട്ടോ. എവിടെ നമ്മള് സ്ക്രീനൊക്കെ ഇവിടെ പോയി. ഓക്കെ, ഞാൻ എന്റെ കെ ഔട്ട് ഓഫ് കൺസോൾ ആണ് കാണിച്ചെന്ന് മറ്റേ ക്ലാസ്സില്. ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇത് കാണിച്ചോണ്ടാ കാണിച്ചു തരാം. കാണിച്ചോണ്ട. നോക്കിയേ ആ ആ മറ്റേത് അവിടെ കാണണേ, ആ വെള്ളല്ലോണ്ട് സീ ത്രൂ ആണ്. അപ്പൊ ഈ എഴുതാനും ഫാസ്റ്റ് ആണ് അല്ലേ? ആ ഇനി വായിച്ചിട്ട് അതിന്റെ വോയിസ് എനിക്ക് അയച്ചു തരണം. ഓക്കെ. ഈ എന്ന് എന്റെ സ്റ്റാറ്റസ് കണ്ട അത് നോക്കിട്ടാ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഉണ്ട്. മോമി കാണിച്ചു തരും. സ്റ്റാറ്റസ് നോക്കണം. അതിലുണ്ട് സൈക്കിൾ ഓടിക്കണം. അതേപോലെയൊക്കെ പഠിച്ചാൽ മതി. ഇന്നലെ ഈ ബൈക്ക് ഓടിച്ചത് അല്ലേ? അതേപോലെ സൈക്കിള്. ഞാനൊന്ന് സിഗ്മ പ്ലോട്ട് പോലെ അങ്ങ് ഓടിക്കാവുന്ന സിഗ്മ പ്ലോട്ട് പോലെ. എന്താണ് ആഗ്രഹം എനിക്ക്? ഉപ്പാന്റെ പോലെ ഉപ്പാന്റെ ജോലി ആവാനാ? എന്ത് ജോലി ചെയ്യാൻ ആഗ്രഹം? വലിയ കുട്ടിയായിട്ട് എന്താവാൻ ആഗ്രഹം? വലിയ കുട്ടിയായിട്ട് എന്താവാനാണ് ആഗ്രഹം? അംബീഷൻ പറ. എന്നോട് വേറെ ആരോ പറഞ്ഞേ, അർമാന പറഞ്ഞേ ആയിട്ടില്ല. എന്നോട് വേറൊരു കുട്ടി പറഞ്ഞ എന്താന്നറിയോ? കാറില്ലേ, കാറിന്റെ റൈഡർ ആവണമെന്ന് പറഞ്ഞു. അതേപോലെ അതിനില്ല. ആരാ ആരാ പറഞ്ഞ? അതിനാ പറയുന്നേ? അല്ല, എനിക്കൊന്ന് റേസ് കാർ ആവണം. പറഞ്ഞു. അതിനാനല്ല, ഞാന് പറ. അതിനാ എനിക്കൊന്ന് റേസ് കാർ ഡ്രൈവർ ആവണം. എനിക്കൊന്ന് റേസ് കാർ ഡ്രൈവർ ആവണം. അതിനാൽ എനിക്ക് വലുതാകുമ്പോൾ എന്താണ് വേണ്ടേ? അവര് എഴുതി കഴിഞ്ഞിട്ടില്ല, അതാണ് അവരോടത്ത് ചോദിക്കാത്തത്. ആളാവണ്ടേ? അതിനാൽ എന്തിനാണ് അങ്ങോട്ട് നോക്കണേ? അവിടെയല്ലേ ഫോണ്? അവിടെയല്ലല്ലോ. അപ്പൊ എന്താ അവിടെ നോക്കണേ? കോക്കനട്ട്സ് ആണ്. ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങള് ആ പേജ് ഫുള്ള് എഴുതിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഏതെന്നറിയോ? 15ാമത്തെ പേജും. ഓക്കെ, നമുക്ക് നിർത്താം. നിങ്ങള് 16ാമത്തെ പേജും. ഓക്കെ, ഐറിൻ മാഷാഅല്ലാ, ഐറിൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. ഫാത്തിമ എവിടെ പോയി? അപ്പോഴത്തേനും ഉറങ്ങിയ ഫാത്തിമ? എഴുതണ്ട. അപ്പൊ എന്നെ കാണാനിരുന്നല്ലോ എത്ര സമയം. മാഷാഅല്ലാ, മബ്രൂക്ക്. അതിനാണ് എഴുതിയ.
എനിക്ക് അതെല്ലാം എഴുതിയാ ഫീലിംഗ് വന്നില്ല. എഴുതി കഴിഞ്ഞാ പിന്നെ എഴുതി. ഞാൻ ടേബിള് ഷേക്കാക്കി. മാം ആ ഞാൻ എന്റെ ഫിസ് കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോ ടേബിൾ ഷേക്ക് ചെയ്യും, പക്ഷെ എനിക്കൊരു ഫീലിംഗ് കിട്ടില്ല. ഞങ്ങൾക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഈ അവിടെ അടങ്ങിയിരിക്ക്, നമ്മളൊക്കെ ആകെ കുലുങ്ങൂലേ. അത് ഞാൻ എന്റെ തലയിലൊന്ന് ബ്രേക്ക് അടിച്ചോണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീക്ക് ആകുമ്പോൾക്ക് പേജ് 16, 17 നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതി ഫുള്ള് എഴുതിയിട്ട്. ഇപ്പൊ ഇന്ന് ഞാൻ 4 എഴുതി തന്നെ. ശരിക്കും 2 ബ്രേക്സ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അതല്ല, 2 ബ്രേക്ക് ഞാൻ ഇങ്ങനെ ഫസ്റ്റ്. എന്നിട്ട് ഞാന് ഒന്നപ്പോഴേക്ക് ഞാൻ ചപ്പാത്തി ആക്കി. എന്നിട്ട് അടുത്ത ബ്രേക്കിന്റെ തലയിൽ സ്മാഷ് ചെയ്ത് പൊടിയാക്കി. ഞാൻ പറയുന്നത് കേൾക്കുമോനെ? ഐസീൻ, ഒരു മിനിറ്റ്. ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കട്ടാ. എന്താ അറിയോ, പേജ് 16, 17 നിർബന്ധമായിട്ട് അത് മുഴുവനും എഴുതിയിട്ട് അയച്ചു തരാം. എന്താ ഐറിൻ എന്തേലും പറയുന്നുണ്ടോ? എനിക്കൊന്ന് വേസ്റ്റ് കാർഡ് വലുതാവുമ്പത് പറ ഐറിൻ പറ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സൈലന്റ് ആയിരിക്കും, എന്നാലേ ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ. പേജ് 16. ഓക്കെ, ബാബ, ബാബി, ബാന, യബീനു, അത് ഫുള്ളും 9 ലൈനായിട്ട് ഞാൻ ഇന്ന് എഴുതി തന്നില്ല 4 എണ്ണം. അതുപോലെ നിങ്ങൾ ഫുൾ എഴുതുക. അതേപോലെ പേജ് 17 അത് ഫുൾ എഴുതുക കേട്ടോ. ഇനി കഴിയുന്നവര് 18 എഴുതിക്കോളും. ഇനിയിപ്പോൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ അടുത്ത വീക്കും കൂടി ഇത് പഠിക്കാം. അല്ലെങ്കിൽ ഒരു 3 പേജ് എഴുതിക്കോളി കേട്ടോ. ഒരാഴ്ച സമയമല്ലേ. പേജ് 16, പേജ് 17, പേജ് 18 ഈ അടുത്ത വീക്ക് ആകുമ്പോൾക്ക് ആ 3 പേജും ഓക്കെ. ഇൻഷാല്ലാ. എന്നിട്ട് എനിക്ക് അയച്ചു തരാം. അതേപോലെ വോയിസ് നിങ്ങൾ ഒരു പേജ് എഴുതി കഴിഞ്ഞാല് നിങ്ങൾ വോയിസ് എനിക്ക് അയച്ചു തരും. ഓക്കെ, എഴുതി പറ. അത് ഞാൻ എന്താ പറയുന്നത്, അതിനാണ് പറഞ്ഞത്. കേട്ടില്ല. അതിനാൻ എന്തേലും പറഞ്ഞ? ഓക്കെ, മനസ്സിലായോ? ഫാത്തിമ പറഞ്ഞ മനസ്സിലായില്ലേ? സൈൻ, അമീറ. ഓക്കെ, അതായത് പേജ് 16, പേജ് 17, പേജ് 18 അത് എഴുതുക. നിങ്ങൾ ഒഴിവിനനുസരിച്ച് എഴുതിയാൽ മതി, ഒരു വീക്കിൽ എഴുതിയാൽ മതി കേട്ടോ. അതേപോലെ നിങ്ങളത് വോയിസ് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാം. എങ്ങനെ? ബാബ, ബാബി, ബാന, യബീനു, അങ്ങനെ നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയച്ചു തരും. ഓക്കെ ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഷാല്ലാ ഇനി അടുത്ത കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറകല്ലാഹു ഫീക്കും. ഓക്കെ, ബൈ ബൈ.